നിന്നോട് ഞാൻ പറഞ്ഞല്ലേ സച്ചി, അർച്ചനയുടെയും ഗൗരിമോളുടെയും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കണമെന്ന്. ഇപ്പൊ നീ എന്തിനാ വന്നത്? ഞാൻ എന്റെ അർച്ചനെ മോളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. എന്നിട്ട് അവരോട് മോനെ, ഈ കാണുന്നതും കേൾക്കുന്നതൊക്കെ സത്യമാണോടാ? പകല് പോലെ സത്യ. തെളിവുകൾ എത്ര വേണമെങ്കിലും ഇനി ഞാൻ കാണിക്കാം. ദാ കാണ്, നല്ലതുപോലെ നോക്ക്. ഇത് ഇവള് തന്നെയല്ലേ? കൂടെ ഉള്ളത് ഞാൻ തന്നെയല്ലേ? ദാ കാണ്, നല്ലതുപോലെ നോക്ക്. അർച്ചനെ, നീ എന്താന്നും മിണ്ടാത്തെ? ഇതൊക്കെ കണ്ടിട്ടും നിനക്കെന്നെ ഓർമ്മ വരുന്നില്ലേ? അർച്ചനെ, നമ്മുടെ അമ്മ നിന്നെ കാണാതെ മരുന്ന് ഭക്ഷണം ഒന്നും കഴിക്കാതെ നിനക്ക് വേണ്ടി കാത്തിരിക്കുക. പത്ത് വർഷമായിട്ട് എന്റെ ഭാര്യയും മോളെയും നിങ്ങൾ ഈ വീട്ടിൽ തടവിൽ വെച്ചു. എന്റെ ഭാര്യയ്ക്കും മോക്കും വേണ്ടി അലഞ്ഞു നടക്കുകയായിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട്. ഇവളുടെ അമ്മ ഭ്രാന്ത് പിടിച്ചതുപോലെ അന്നിവിടെ വന്ന എന്തിനാണെന്ന് അറിയോ? അവരുടെ മോളെ കാണാൻ. ആ അമ്മയ്ക്കറിയാം വിവാഹിതയായ സ്വന്തം മോള് നിങ്ങളുടെ മകന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലാ താമസിക്കുന്നതെന്ന്. നിങ്ങളുടെ മോനും ഞാനും കൂടിയുള്ള ഈ കള്ളക്കളി തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമ്പോ എന്നെ തിരിച്ചേൽപ്പിക്കാന്ന് ഇയാൾ എനിക്ക് വാക്ക് തന്നതാ. പക്ഷെ ഇപ്പൊ കാല് മാറി. എന്റെ വക്കീലിനെ വരെ വിലക്കെടുത്തു ഇയാള്. ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. ഇപ്പോ ഈ നിമിഷം ഞാൻ എന്റെ ഭാര്യയും കൊണ്ടുപോകും. തടയാനെങ്ങാനും ശ്രമിച്ചാ ഇവിടെ കൊലപാതകം നടക്കും. അർച്ചനെ, പോയി മോളെ എടുത്തോണ്ട് വാ. നമുക്ക് പോവാം. ചെല്ല്. എന്താ നിങ്ങക്ക് വേണ്ടേ? അർച്ചന, എത്ര തവണ ഞാൻ പറയണം ഞാൻ നിങ്ങളുടെ അർച്ചന അല്ലെന്ന്? എന്റെ കുഞ്ഞിവിടെ സുഖമില്ലാണ്ട് കിടക്കുക. ദൈവത്തോർത്ത് ഞങ്ങളെ ദ്രോഹിക്കരുത്. അർച്ചന, നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട. എന്റെ അർച്ചന എന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന് കരുതിയിട്ട് അവൾ എന്റെ ഭാര്യ അല്ലാതാകുന്നില്ല. ഗൗരിമോള് ഞങ്ങളുടെ കുഞ്ഞല്ലാതാവുന്നില്ല. ഇനിയും ഞാൻ വരും. അവളെയും മോളെയും കൊണ്ടുപോവുകയും ചെയ്യും.
ഞങ്ങളീ കേട്ടതൊക്കെ സത്യമാണോ മോനെ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ സച്ചി, അർച്ചനയുടെയും ഗൗരിമോളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കണമെന്ന്. ഇപ്പൊ നീ എന്തിനാ വന്നത്? ഞാൻ എന്റെ അർച്ചനെ മോളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. എന്നിട്ട് അവരോട് നീ വിളിച്ചിട്ട് അവര് നിന്റെ കൂടെ വന്നില്ലേ? നിങ്ങളുടെ എല്ലാം കള്ളക്കളി എനിക്ക് മനസ്സിലായി. അർച്ചനയ്ക്ക് എന്നെ ഓർമ്മയില്ലാന്ന് കരുതി അവളില്ലാതെ ഞാൻ തിരിച്ചു പോകുമെന്ന് കരുതണ്ട. ഇനി എന്റെ അർച്ചനയ്ക്കും മോൾക്കും വേണ്ടിയുള്ള യുദ്ധം കോടതിയിലാ. കോടതിയിൽ തന്നെ ഞാൻ അവരെ നേടിയെടുക്കും. സച്ചി, നീ കാണിക്കുന്ന എടുത്തിയാട്ടമാണ്. അതുകൊണ്ട് നഷ്ടം സംഭവിക്കാൻ പോകുന്നത് നിനക്ക് തന്നെയാണ്. നീ കാരണം ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാ നിയമത്തിന്റെ മുന്നിൽ മാത്രമല്ല ദൈവത്തിന്റെ മുന്നിലും നീ കുറ്റവാളിയായിരിക്കും. ഞാൻ എന്ത് തെറ്റാ സാറേ നിങ്ങളോടൊക്കെ ചെയ്തേ? ആ, ഒരു കാര്യം എനിക്കിപ്പോ ബോധ്യമായി. എന്റെ ഭാര്യയും കുഞ്ഞിനെയും നിങ്ങളാരും എനിക്ക് തിരിച്ചു തരില്ല. ഗൗരിമോള് നിന്റെ കുഞ്ഞല്ലെന്ന് ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞു. അർച്ചന നിന്റെ ഭാര്യയായിരുന്നു. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ അവൾക്ക് നിന്നോടൊപ്പം വരാൻ സാധിക്കില്ല. ഒന്ന് മനസ്സിലാക്ക സച്ചി, ഒരു കുഞ്ഞിന്റെ ജീവൻ ഇപ്പോൾ അർച്ചനയുടെ മാത്രം കയ്യില. അതെന്റെ കുഞ്ഞല്ലേ, അവളെ ഞാൻ നോക്കിക്കോളാം. ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണമെങ്കിലും ഞാൻ ചികിത്സിച്ചോളാം. നീ ഭ്രാന്ത് പറയാതെ. ഗോകുലിന്റെ കുഞ്ഞാണ് ഗൗരിമോളെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്കാർക്കും അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ തോറ്റുപോകുന്നത് നീ ആയിരിക്കും. നിങ്ങൾ ഈ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല. അഡ്വക്കേറ്റ് ഗോകുൽ രാജ് ഒരു മാന്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അയാൾ ഒരു ചതിയനും വൃത്തികെട്ടവനുമാണെന്ന്. മറ്റൊരാളുടെ ഭാര്യയെ സ്വന്തം ഭാര്യയാണെന്ന് പറഞ്ഞു നടക്കാൻ ഒരു നാണവും ഇല്ലാത്തവൻ. എന്റെ അർച്ചനയുടെ കൂടെ ജീവിച്ച് ജീവിതകാലം മുഴുവൻ സുഖിക്കാൻ അയാൾ വിചാരിക്കണ്ട. അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതുവരെ കാത്തിരിക്കാനും ഇനി ഞാൻ തയ്യാറല്ല. എന്ത് ചെയ്തിട്ടായാലും അയാളുടെ പിടിയിന്ന് അർച്ചനയെ ഞാൻ രക്ഷിച്ചിരിക്കും. ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കിയ നീ തന്നെയാ. എന്നിട്ടിപ്പം കോടതി കയറി ഇറങ്ങി ഭാര്യയെ നേടിയെടുക്കാൻ നടക്കുന്നു.